എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2019 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 37/2019. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സർദാർ വല്ലഭായ് പട്ടേൽ. ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമമെന്ത്? ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല നാമം എന്താണ്? ഓപ്ഷൻ ബി അയ്യപ്പൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 ആചരിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ എത്രാമത് വാർഷികമാണ് 2019 ആചരിച്ചത്? ഓപ്ഷൻ എ 100ാമത്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? ഓപ്ഷൻ ബി 12. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി? ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ. SNDP രൂപീകരിക്കപ്പെട്ട വർഷമേത്? SNDP രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ ഡി 1903. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമേത്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ഹരിയാന. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേയൊരു കേരളീയൻ. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേയൊരു കേരളീയൻ. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഡാം ഏതാണ്? ഓപ്ഷൻ എ ഹീരാക്കുഡ്. കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ സി ഇടുക്കി. 12ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി? ഓപ്ഷൻ എ കൈത്താങ് പദ്ധതി. 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? 2019 ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആഘോഷിച്ചത്? ഓപ്ഷൻ ബി 150ാമത്തെ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരെന്ത്? മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര്? ഓപ്ഷൻ സി എൻ്റെ ജീവിത സ്മരണകൾ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1925. ആധുനിക കാലത്തെ അദ്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ആധുനിക കാലത്തെ അത്ഭുത സംഭവം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരം. ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രി ആയിരുന്നത് ആര്? ഇന്ത്യയിൽ വളരെ കുറച്ചു കാലം പ്രധാനമന്ത്രി ആയിരുന്നത് ആര്? ഓപ്ഷൻ സി ചരൺ സിംഗ്. ത്രിപുരയുടെ തലസ്ഥാനമേത്? ത്രിപുരയുടെ തലസ്ഥാനം? ഓപ്ഷൻ സി അഗർത്തല.
വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്? ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം? ഓപ്ഷൻ ബി 1888. 2018 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2018 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ജയസൂര്യ. 2023 പ്രഖ്യാപിച്ച 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കാണ്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആര്? ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ സി വാഗ്ഭടാനന്ദൻ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണമേത്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ പട്ടണം ഏതാണ്? ഓപ്ഷൻ ഡി ആലപ്പുഴ. ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ബുദ്ധചരിതം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി അശ്വഘോഷൻ. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആര്? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആര്? ഓപ്ഷൻ സി ശ്രീരാമകൃഷ്ണ പരമഹംസർ. ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വച്ചാണ്? ബുദ്ധമത സമ്മേളനം ആദ്യമായി നടന്നത് എവിടെ വച്ചാണ്? ഓപ്ഷൻ എ രാജഗൃഹം. 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആര്? 1905 ബംഗാളിനെ വിഭജിച്ച വൈസ്രോയി ആര്? ഓപ്ഷൻ ബി കഴ്സൺ പ്രഭു. 1857 കലാപം ആരംഭിച്ചത് എവിടെ? 1857 കലാപം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ മീററ്റ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ സി പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ. 2018 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി? 2018 സരസ്വതി സമ്മാനത്തിന് അർഹനായ വ്യക്തി? ഓപ്ഷൻ ബി കെ ശിവറെഡ്ഡി. 2022 സരസ്വതി സമ്മാനത്തിന് അർഹയായത് ശിവശങ്കരിയാണ്. എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത്? എൻ്റെ മേൽ പതിക്കുന്ന ലാത്തിയടികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിലെ ആണികളാണെന്ന് തെളിയും എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്. പ്രസിദ്ധമായ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? പ്രസിദ്ധമായ പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി വയനാട്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ചെന്നൈ. 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ നശിച്ച നേത്രദാം പള്ളി ഏത് രാജ്യത്താണ്? 2019 ഏപ്രിൽ 15 തീപിടുത്തത്തിൽ നശിച്ച നോത്രദാം പള്ളി ഏത് രാജ്യത്താണ്? നോത്രദാം പള്ളി ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ഫ്രാൻസ്. നോത്രദാം പള്ളി ഫ്രാൻസിലാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ? ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ഡി MS സ്വാമിനാഥൻ. മൂലധനം എന്ന കൃതി രചിച്ചതാര്? മൂലധനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി കാൾ മാർക്സ്. സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? സമപന്തി ഭോജന സമ്പ്രദായം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഓപ്ഷൻ സി അമേരിക്ക. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ മൗണ്ട് K2. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? ഓപ്ഷൻ ബി യമുന. അന്തരീക്ഷ മർദ്ദമളക്കാനുള്ള ഉപകരണമേത്? അന്തരീക്ഷ മർദ്ദമളക്കാനുള്ള ഉപകരണമേത്? ഓപ്ഷൻ ഡി ബാരോമീറ്റർ. പഴയ എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പഴയ എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ഭംഗർ. മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏതു വിഭാഗത്തിൽപ്പെടുന്നവരാണ്? മഗധ ഭരിച്ച സുംഗവംശത്തിലെ ഭരണാധികാരികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നവരാണ്? ഓപ്ഷൻ എ ബ്രാഹ്മണർ. ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഋഗ്വേദത്തിൽ മണ്ഡൂക ശ്ലോകം പരാമർശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത്? മുഗൾ ചക്രവർത്തിമാരിലെ സന്യാസി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ഔറംഗസേബ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതെപ്പോൾ? തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടതെപ്പോൾ? ഓപ്ഷൻ എ 1949 ജൂലൈ 1. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്? ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെക്കുറിച്ച് പറയുന്നത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 24. അടുത്ത് വരുന്ന ചോദ്യങ്ങൾ പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.